ഞാൻ ഇടിയൻ ചക്ക തോരൻ വെക്കാൻ പോയാണ് ഇന്ന് മാത്രമല്ല, ഇത് ഉണ്ടായപ്പോൾ തുടങ്ങിയ ഞാൻ വെച്ചുകൊണ്ടിരിക്കണതാണ്. ഒരു ഒന്നിടവട്ട ദിവസങ്ങളിൽ ഇതെടുത്ത് തോരൻ വെച്ച് കഴിക്കും. ഇത് വിയറ്റ്നാം മേളി എന്ന് പറഞ്ഞാൽ തൈക്കളാണ് കേട്ടോ. അപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞിട്ടുള്ളൂ, 3-ാമത്തെ വർഷം. കഴിഞ്ഞ വർഷം തുടങ്ങി ഞങ്ങൾക്ക് ഓരോ ചക്ക കിട്ടി തുടങ്ങി. ഇത്തവണ നിറച്ചാണ്. അകന്നുണ്ടാവുകയാണെങ്കിൽ ഇത് വലുതായി കിട്ടും. പക്ഷെ കൂട്ടമായിട്ടുണ്ടാവണം. ചില പ്ലാവുമ്മലൊക്കെ കൂട്ടമായിട്ടുണ്ടാവണം. അപ്പോൾ അത് വലുതാവില്ല. എല്ലാം കൂടി ഇങ്ങനെ കിടന്ന് ഇങ്ങനെ മുരടിച്ച് നിൽക്കും. അപ്പോൾ ഇതിൻ്റെ കുറേ ചെറിയതൊക്കെ അടത്തി നമ്മൾ മാറ്റാം. അത് വിപണിയിലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ എടുത്തവർ വലുതായൊക്കെ വേണ്ട. ആ മുട്ടാതെ എടുക്കണ കാരണം അത് വലുതായി കിടക്കുന്നുണ്ട്. ഇത് നാടൻ പ്ലാവാണ് കേട്ടോ. ഇത് ഭയങ്കര പഴക്കമുള്ള പ്ലാവാണ്. ഇതുമ്പോൾ നിറച്ചും ചക്കയാണ്. ഇതും മഴക്കാലം ആകുമ്പോഴേക്കൊക്കെ ഇത് പഴുത്ത് കിട്ടുള്ളൂ. ഇതും ഒരു ഒന്നരാട് എടുത്തിട്ട് ഞാൻ തോരൻ വെച്ച് കഴിക്കും. ഈ സമയത്ത് തോരൻ നമുക്ക് നമുക്ക് കഴിക്കണത് എപ്പോഴും നല്ലതാണല്ലോ. അപ്പോൾ ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കഴിക്കുക. അതിന് ഓരോ പാകം നോക്കി എടുക്കണം. മൂത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചുള വരാൻ പാടില്ല. അതിനകത്ത് കുറച്ച് പൊല്ല പോലെ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് പൊട്ടിച്ച് കുറേ നേരം അവിടെ താഴെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് കുറേ ചറൊക്കെ പോയി കിട്ടും. പിന്നെ ഇത് കടച്ചക്ക പൊളിച്ചെടുക്കണ പോലെ തന്നെ ആ കൂഞ്ഞലും ഒട്ടും വെക്കാൻ പാടില്ല. ആ കൂഞ്ഞൽ അരിഞ്ഞ് കുറേ വെളിച്ചെണ്ണ വരട്ടാം. ഇതിപ്പോൾ ചറവുണ്ടാവുമല്ലോ. ശരിക്കും വെളിച്ചെണ്ണ വരട്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റാം. കല്ലിൽ വെച്ച് ചതച്ചെടുക്കാം കേട്ടോ. മിക്സിയിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കുഴഞ്ഞ പോലെ ആയിപ്പോവും. നമുക്ക് പാകത്തിന് ചതച്ചെടുക്കാൻ പറ്റും. അതിനകത്തേക്ക് ജീരകം, പച്ചമുളക്, ചുമന്ന മുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി എല്ലാം കൂടി ഒതുക്കിയെടുക്കുക. 2 തണ്ട് വേപ്പിലയും ചേർത്ത് അരക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉണക്കമുളകും വേപ്പിലയും കൂടി താളിച്ച് ഈ അരപ്പിട്ട് വാട്ടിയിടുക. ഇത് പച്ച മണം മാറുന്നവരെ ഇത് ഇളക്കി ഈ ചക്ക ചതച്ചിട്ടിട്ട് ഉപ്പും കൂടി ചേർത്ത് അരക്കണം കേട്ടോ. ചക്കയിൽ നമുക്ക് ഉപ്പിടാൻ പറ്റില്ല, മറ്റേ ആവിയിൽ വേവിക്കണേക്കാൻ. അപ്പോൾ ഇതിനകത്ത് ഉപ്പും കൂടി ചേർത്ത് ഞാൻ അരച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ചതച്ച് വെച്ചാക്കണം ചക്ക എടുത്ത് ഇട്ട് ശരിക്ക് ചെറുതീയിലിട്ട് അങ്ങോട്ട് ഉലർത്തിയിടുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. അതിലേക്ക് ലാസ്റ്റ് കുറച്ച് അരി വറുക്കാം. അതിൻ്റെ മീതെ ഇടാം. ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇത് നമുക്ക് വെറുതെ കഴിക്കാം. ചോറിൻ്റെ ഒപ്പം ഒന്നും ഇത് കഴിക്കാൻ പറ്റില്ല. ഇത് വെറുതെ കട്ടൻ ചായ കൂട്ടി കഴിക്കാം. ചില ആൾക്കാരൊക്കെ ഇത് മീൻ കറിയൊക്കെ കൂട്ടി കഴിക്കണതാണ്. എങ്ങനെ വേണമെങ്കിലും കഴിച്ചാലും ഇത് ഭയങ്കര ടേസ്റ്റുള്ള സാധനവും നമുക്കിത് വർഷത്തിൽ ഒരിക്കലല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് മാക്സിമം നമുക്ക് കഴിച്ച് തീർക്കണം.